إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ജീവിതഘട്ടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഖബർ ജീവിതം എന്നുള്ളത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ വരെ അവൻ ജീവിക്കേണ്ട ഒരു ഘട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ബർസഖ് എന്നാണ് പരിചയപ്പെടുത്തിയത്. ബർസഖ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അതിന്റെ അർത്ഥം. അവൻ മരണത്തിന് ശേഷം ഒരു മറയിലാണ്. ഖിയാമത്ത് നാളിന്റെ സമയത്ത് ആ മറയിൽ നിന്നും അവൻ പുറത്തു വരും എന്ന് വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും ആശയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതൊരു മനുഷ്യരും അനുഭവിക്കാനുള്ളതാണ് ബർസഖ് എന്നുള്ളത് സംശയമില്ല. ഒരു മനുഷ്യൻ കത്തിക്കരിഞ്ഞ് അവന്റെ ചാരം പോലും കിട്ടാത്ത അവസ്ഥയിലാണെങ്കിലും അവൻ ഈ ബർസഖ്, ഈ ഖബർ ജീവിതം അവൻ ആസ്വദിക്കും. മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട് അല്ലെങ്കിൽ മത്സ്യങ്ങൾ തിന്നു തീർത്ത് കഷ്ണിക്കപ്പെട്ട ശവശരീരമാണെങ്കിലും ആ നിലക്കാണ് ആ മനുഷ്യന്റെ അവസാനമെങ്കിലും അവനും ബർസഖുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അതേപോലെ തന്നെ അവന്റെ ആളുകളെ കുറിച്ചും, അവർ കടലിൽ മുങ്ങി നശിപ്പിക്കപ്പെട്ട ആൾക്കാരാണ്. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സമയത്ത് സൂറത്ത് ഗാഫിറിന്റെ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയുണ്ടായി, അന്നാറു യുഅറദൂന അലൈഹാ ഗുദൂവൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. നരകം
യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും അവരുടെ ബർസഖി കാലഘട്ടത്തിൽ, ഖബർ ജീവിതത്തിൽ അവർക്ക് നരകം ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരെ ആരും ഖബറിൽ അടക്കം ചെയ്തിട്ടില്ല. മുങ്ങി നശിക്കപ്പെട്ടവരാണവർ, നശിപ്പിക്കപ്പെട്ടവരാണവർ. അവർക്ക് ഖബറിന്റെ അദാബുണ്ടായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമ തഖൂമുസ്സാഅതു, ഖിയാമത്ത് നാൾ വരുമ്പോ, അന്ത്യദിനം വരുമ്പോ, അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, അഥവാ അവർക്ക് ഏറ്റവും കഠിനകഠോരമായ നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കപ്പെടൂ, അല്ലെങ്കിൽ അവർക്ക് നരകശിക്ഷ അവർക്ക് ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ നരകത്തിന് മുമ്പുള്ളൊരു ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. ഈ ഖബർ ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ മുൻകാലത്തും ഇക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചത് നിഷേധിക്കുന്ന ആളുകൾ അവരുടെ ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ അവർ മാറ്റുരച്ചു നോക്കുന്നു. പല ആളുകളും ഈ നിഷേധിക്കുന്ന പല ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൃത്യമായി പരലോകത്ത് വിചാരണക്കെടുത്തതിന് ശേഷം മാത്രമാണ് അള്ളാഹു അവനെ ശിക്ഷിക്കുന്നത്. അള്ളാഹു നീതിമാനാണ്, അനീതി ചെയ്യുകയില്ല, ബോധ്യപ്പെടുത്താതെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവന്റെ വിചാരണ കഴിയാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നീതിക്കത് യോജിച്ചതല്ല എന്ന് ഈ രീതിയിൽ ഖുർആനും ഹദീസും ഒക്കെ പ്രമാണമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ട് പോലും അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് തന്നെ നിഷേധിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ആളുകൾ ഖബറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, മരണപ്പെടുന്ന സമയത്ത് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അവർ സക്കറാത്തിൽ മൗത്തിന്റെ സമയത്ത് ശക്തമായ പ്രഹരമേറ്റുകൊണ്ടാണ് അവരുടെ റൂഹിനെ പിടിക്കപ്പെടുന്നത്. മുഖത്തും പിരടിയിലും യദ്രിബൂന ഉജൂഹും വ അദ്ബാറഹും, മലക്കുകൾ അവരുടെ മുഖത്തും പിരടിയിലും ശക്തമായി അടിച്ചുകൊണ്ടിരിക്കും. ആ നിലക്കാണ് അവർ റൂഹിനെ പിടിക്കുന്നത്. അക്രമികളുടെ മരണസമയത്തു തന്നെ അള്ളാഹു അവർക്ക് ശിക്ഷ തുടങ്ങുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഖബറിന്റെ അവസ്ഥ പറയേണ്ടതില്ല. ചില ആളുകൾ പറയുന്നു ഖബർ ആത്മാവിന് മാത്രമാണ് ശിക്ഷയുള്ളത്, ശരീരത്തിന് ശിക്ഷയില്ല എന്ന് മറ്റു ചിലർ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം ആത്മാവിനും ശരീരത്തിനും ശിക്ഷയുണ്ട്. പക്ഷെ അത് എങ്ങനെയാ നമുക്കറിയില്ല. ഖബറിൽ വെച്ച ശരീരം അത് നുരുമ്പിപ്പോകും. പിന്നെ എങ്ങനെയാണ് ശരീരത്തിന് ശിക്ഷയുള്ളത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ചുരുങ്ങിയ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതനുസരിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ശരീരത്തിനും അതേപോലെ തന്നെ ആത്മാവിനും ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖബർ എന്നുള്ള ഈ ഒരു ലോകം അത് സന്തോഷകരമാണെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ലോകം സന്തോഷകരമായിരിക്കും. ഖബർ മോശമായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളതും മോശകരമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻഹു. അഥവാ ഖബറിനേക്കാൾ ഭീകരമായ മോശപ്പെട്ട ഒരു സങ്കേതവും ഞാൻ കണ്ടിട്ടില്ല. അത്രയധികം അക്രമികളായ ആളുകളുടെ ഖബർ ജീവിതം വളരെ മോശമായിരിക്കും, അങ്ങേയറ്റം ഭീകരമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലാ ഖബറിൻ ബക ഹത്താ ബല്ല ലിഹിയതഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കൽ ഒരിക്കൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റുവീഴുന്നു. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽപ്പെട്ട ആളാണ്.
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ട്, അതിന്റെ കാഠിന്യം കണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അതേ, നരകവും സ്വർഗവും തദ്കുറുൽ ജന്നത വന്നാറ ഫലാ തബ്കി, സ്വർഗവും നരകവും ഒക്കെ താങ്കളുടെ അടുക്കൽ പറയപ്പെടുന്നുണ്ട്, പക്ഷെ ഇതുപോലെ താങ്കൾ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ. ഈ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ ഒന്നാമത്തെ ഭവനമാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഖബറാണ്. എന്നിട്ടോ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ മിൻ, ആ ഖബർ ജീവിതം ഒരാൾക്ക് സന്തോഷത്തിലാണെങ്കിൽ, അതിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അയാളുടെ രക്ഷയാണ്. ബാക്കിയുള്ള ജീവിതമെല്ലാം അയാൾക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട്, വിചാരണ വരാനുണ്ട്, മഹ്ശറയിൽ നിൽക്കാനുണ്ട്, ബാക്കിയുള്ള അങ്ങോട്ടുള്ള തീരാറ്റ അറ്റം കാണാത്ത ലോകമെല്ലാം സന്തോഷത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇല്ലം യൻജു മിൻഹു, അതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അതിനേക്കാൾ തീവ്രമായ, കഠിനമായ, ഭീകരമായ അവസ്ഥയാണ് അയാൾക്ക് അഭിമുഖീകരിക്കാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആ മഹാനായ സഹാബി വര്യൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖബർ നന്നാവണം, ഖബർ ജീവിതം നന്നായി തീരണം. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ജീവിതം നന്നാവാൻ, അത് സന്തോഷകരമാകാൻ രണ്ട് രീതിയിലുള്ള ഖബറുകളാണുള്ളത്. ഒന്നില്ലെങ്കിൽ സ്വർഗപ്പൂന്തോപ്പാണ്, റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്, അല്ലെങ്കിൽ ഹുഫ്റത്തും മിൻ ഹുഫറിൻ നീറാൻ, നരകക്കുഴിമാടങ്ങളാണ്, നരകക്കുഴികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ തീരുമാനിക്കണം, നമ്മളുടെ ഖബർ ആ 6 അടി മണ്ണിൽ ഒരു മണ്ണറക്കൂട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഖബർ നമ്മുടെ കണ്ണെത്താവുന്നതിനേക്കാളും ദൂരത്തേക്ക് വിശാലമാക്കപ്പെട്ട് സ്വർഗീയമായ അനുഭൂതികളുള്ള ഖബറാകണോ, അതല്ല നരകത്തിന്റെ തീജ്വാലകളുള്ള പ്രയാസങ്ങളുള്ള ഖബറാകണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഖബറിൽ നിന്നും, ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാരണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഞാനും നിങ്ങളും മാറി നിൽക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാരണങ്ങൾ പഠിപ്പിച്ചു. അതേ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ്. ഒരാളുടെ വിശ്വാസം ശരിയാവണം, തൗഹീദുള്ളവനാകണം. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് അത് പഠിച്ച് അതിൽ വെള്ളം ചേർക്കാത്ത രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെയും ഇൻസുകളെയും അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ള പർപ്പസിലാണ് ഇവിടെ പടച്ചിട്ടുള്ളത്. ദുനിയാവ് സുഖിക്കാനും ദുനിയാവിൽ രസിക്കാനും അള്ളാന്റെ നിയമങ്ങളെല്ലാം മറന്നുകൊണ്ട് ജീവിച്ച് ആസ്വദിച്ച് സമയമാകുമ്പോ കുഴഞ്ഞു വീണ് മരിക്കാനുമല്ല. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അമ്പിയാക്കന്മാരിലേക്കോ ഔലിയാക്കന്മാരിലേക്കോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കോ പുണ്യാത്മാക്കളിലേക്കോ പുണ്യപുരുഷന്മാരിലേക്കോ കൊടുക്കാനുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു സംഭവം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ ഒരു മതിലിന്റെ കെട്ടിന്റെ ഉള്ളിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കോവർ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളുണ്ട്, സഹാബികളുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറയുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് വനഹ്നു മഅഹു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ഇത് ഹാദത്ത് ബിഹി ഫഖാദത്ത് തുൽഖീഹി ഫൈദാ അഖ്ബറുൻ സിത്തത്തുൻ ഔ ഖംസത്തുൻ ഔ അർബഅത്തുൻ ഫഖാല മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ ഖുബൂർ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കോവർ കഴുത ഒരു പ്രത്യേക വിഭ്രാന്തി കാണിക്കുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന്റെ മുകളിൽ നിന്നും ആ കഴുതയുടെ ആ വാഹനം, ആ യാത്രാമൃഗം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിയിടുന്നതിലേക്ക്, മറിച്ചിടുന്നതിലേക്ക്, തന്റെ മുതുകിൽ നിന്നും പൊന്നാര പ്രവാചകനെ മറിച്ചിടുന്നതിലേക്ക് കാരണമായി.
അത്രയധികം ഒരു പ്രത്യേക വിഭ്രാന്തി ആ കോവർ കഴുത കാണിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കി. അപ്പോൾ 3-4 ഖബറുകൾ അവിടെയുണ്ട്. ഖബറിന്റെ അടുക്കിലൂടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന ആ യാത്രാമൃഗം, ആ കോവർ കഴുത സഞ്ചരിക്കുന്നത്. റസൂലുള്ളാഹി ഞങ്ങളോട് ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിൽ ഖുബൂർ, ഈ ഖബറാളികളെ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന, ഖബറടക്കപ്പെട്ട് കിടക്കുന്ന ആളുകളെ ആർക്കാണ് അറിയുക? ഫഖാല റജുലുൻ, അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയാം. അപ്പൊ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, മാതു ഫിൽ ഇശ്റാക്കി, ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ട കുഫാറുകളുടെ മൃതദേഹങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഖബറുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദിൽ ഉമ്മത്ത് തുബ്ലാ ഫീ ഖുബൂരിഹാ, ഈ ഉമ്മത്ത് അവരുടെ ഖബറുകളിൽ അവർക്ക് പരീക്ഷണമുണ്ടാകും. ഫലൗല അൻ ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബരി അല്ലദീ അസ്മഉ മിൻഹു. ഖബറിലുള്ള ശിക്ഷ, അതിന്റെ പ്രയാസങ്ങൾ, ഖബറാളികളുടെ അട്ടഹാസങ്ങൾ, അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനത് കേൾക്കുന്നുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളും അത് കേൾക്കാൻ വേണ്ടി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല? നിങ്ങൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മറമടക്കാൻ പോലും നിങ്ങൾ ശ്മശാനങ്ങളിലേക്ക് വരാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. നിങ്ങൾ ഖബറിന്റെ 7 അയലത്ത് കൂടെ പോകാത്ത, അതിന് പോലും ഭയപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരാൾ മരിച്ചാൽ പിന്നെ അയാളെ മറമടക്കാൻ ശ്മശാനത്തിലേക്ക് നിങ്ങൾ വരാതിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സുമ്മ അഖബല അലൈനാ ബിവജ്ഹിൻ ഫഖാല തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. പൊന്നാര പ്രവാചകൻ ആ ഖബറിലുള്ള ആളുകളുടെ പീഡനം റസൂലുള്ളാഹി അനുഭവിക്കുകയാണ്, റസൂലുള്ളാഹി കേൾക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ നേരെ ഒന്നുകൂടി തിരിഞ്ഞിട്ട് പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. കൂട്ടരെ, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടണം കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇവിടെ എന്താണ് സഹോദരന്മാരെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം? പണ്ഡിതന്മാരെ പറയുകയാണ്, ഖബറിലുള്ള ശിക്ഷ, അതിന്റെ പീഡനങ്ങളും അതിലെ പ്രയാസങ്ങളും മനുഷ്യന്മാരല്ലാത്ത നാൽക്കാലികൾക്ക്, ബഹായിമുകൾക്ക് അറിയാൻ സാധിക്കും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. കന്നുകാലികൾക്ക് ഖബർ ശിക്ഷ അറിയാൻ, അത് കേൾക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഖബറിന്റെ, കുഫാറുകളായ ആളുകളുടെ ഖബറിന്റെ അടുക്കിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാമൃഗം പോയപ്പോൾ അതിന് പ്രയാസമുണ്ടാവുകയും അതിന് ഭയപ്പാടുണ്ടാവുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറിച്ചിടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇദാ ഉദിഅൽ ജനാസതു ഫഹ്തമലഹാ അർരിജാലു അലാ അഅനാകിഹിം ഫഇൻ കാനത് സ്വാലിഹതൻ ഖാലത് ഖദ്ദിമൂനി. ഒരു മനുഷ്യനെ ആളുകൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് കട്ടിലിൽ ഏറി മനുഷ്യന്മാര് മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാലിഹത്തായ, ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയും. നമ്മളാരും കേൾക്കുന്നില്ല, മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ. കാരണം ഖബർ എന്ന സ്വർഗലോകത്തേക്ക് പോകാൻ അയാൾ വെമ്പൽ കൊള്ളുകയാണ്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൈൻ കാനത്, ഇനി ആ മയ്യത്ത് ഗൈറ സാലിഹത്തിൻ ഖാലത് യാ വൈല ഐന തദ്ഹബൂന ബിഹാ, അതേ നാശമേ, നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ആർത്തട്ടാസിച്ചു കൊണ്ടിരിക്കും. യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും ആ മയ്യത്തിന്റെ അട്ടഹാസം, ആർത്തനാദം കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ നാക്കാലികൾ ഖബറിലുള്ള ഈ നിലവിളികളും അട്ടഹാസങ്ങളും കേൾക്കുന്നു. അതേപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അയാളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. പക്ഷെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല.
ഇതാണ് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമതായിക്കൊണ്ട് വിശ്വാസം ശരിയാകണം. നമ്മുടെ ആദർശം വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് റെഡിയാണോ? കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ ഞാൻ ദുആ ഇരക്കുകയുള്ളൂ, അള്ളാഹിനോട് മാത്രമേ ഞാൻ പ്രയാസം പറയുകയുള്ളൂ. അല്ലാഹു അല്ലാത്ത ആരോട് ദുരിത കഷ്ടപ്പാടുകൾ പറഞ്ഞാലും ദുആ ഇരുന്നാലും അത് ശിർക്കാണല്ല, പൊറുക്കാത്ത പാപമാണ്, കുഫാറുകളിൽ പെട്ടുപോകുന്ന കാര്യമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസം ശരിയാകണം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട തിന്മ പഠിപ്പിച്ചു. അത് കപടതയാണ് സഹോദരന്മാരെ, നിഫാഖ്, കപടത. എന്താണ് നിഫാഖ്? എന്താണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യഥാർത്ഥമായ വിശ്വാസവും അതിനനുസരിച്ചുള്ള ആചാരവും അനുഷ്ഠാനവും ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കപട വിശ്വാസികളായ ആളുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ വേഷം അണിഞ്ഞ്, മുസ്ലിമുകളുടെ വേഷം അണിഞ്ഞ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നു, പക്ഷെ അവരുടെ വിശ്വാസം ഉള്ളിലേക്ക് കയറിയിട്ടില്ല. നമസ്കരിക്കാനും അതേപോലെ തന്നെ ദീനിന്റെ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ അവരുണ്ട്. നാലാളെ മുമ്പിൽ അവരെല്ലാവരും വളരെ സജീവമായിട്ടുണ്ട്, പക്ഷേ അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. ചില ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല നമ്മൾ വിചാരിക്കാം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ 100% കപട വിശ്വാസികളാണ്, കുഫാറുകളാണ്, യാതൊരു സംശയവുമില്ല. അവർ നരകത്തിന്റെ താഴെത്തട്ടിലാണ്. എന്നാൽ കപട വിശ്വാസത്തിന്റെ അലാമത്തുകൾ, അതിന്റെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കളവ് പറയാന്നുള്ളത്. ഒരു മനുഷ്യൻ കളവ് പറയും, ജീവിതത്തിൽ കളവ് പ്രവർത്തിക്കും, ഒരു മടിയുമില്ലാതെ മനുഷ്യൻ കളവ് പറയും. കളവ് എന്നുള്ളതിന് ഒരു ഗൗരവവും അയാൾ കാണൂല. അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ കദ്ദാബ്, പെരുങ്കള്ളൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ അടുക്കൽ അയാളെ രേഖപ്പെടുത്തും. എന്നിട്ട് നരകത്തിലേക്ക് അയാൾ വീഴ്ത്തപ്പെടും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മടിയില്ല കളവ് പറയുന്നു. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സഹജീവികളോട്, അതേപോലെ തന്നെ നാട്ടുകാരോട്, സുഹൃത്തുക്കളോട് ഒരു മടിയില്ല, കളവങ്ങനെ പറയുന്നേ. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്, നാക്കെടുത്താൽ കളവ് പറയാന്നുള്ളത്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിന്റെ പേരിൽ പുകിലുകൾ ഉണ്ടായാലും സത്യം പറയുക എന്നുള്ളത് ഈമാനുള്ള മുത്തഖിയായ ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ കളവ് പറയുന്ന മനുഷ്യൻ, നാവെടുത്താൽ കളവ് പറയുന്ന മനുഷ്യൻ, അവന്റെ ചെയ്തികളിൽ കളവുണ്ടാവും. മറ്റുള്ളവരെ പറ്റിക്കുന്ന പ്രവർത്തനങ്ങൾ, കളവ് പറയാൻ ഒരു പേടിയുമില്ലെങ്കിൽ, ഭയപ്പാടുണ്ടെങ്കിൽ കളവ് ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും അയാൾക്കൊരു പേടി ഉണ്ടാവില്ല. കാരണം കളവ് പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. നാവിന് സീല് വെക്കുന്നൊരു ദിവസം വരാനുണ്ട്, അന്ന് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അപ്പൊ മുനാഫിക്കിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് കളവ് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കിന്റെ സ്വഭാവം പഠിപ്പിച്ചു. ഒരു വാഗ്ദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ ലംഘിക്കുക, ഒരു കരാറ് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിക്കണിന് യാതൊരു മടിയില്ലാത്ത ആൾക്കാർ, ഒരു പ്രശ്നവുമില്ല. വളരെ മോശപ്പെട്ട രീതിയിൽ ചീറ്റ് ചെയ്യണീന്, ചതിക്കണീന് യാതൊരു മടിയില്ലാത്ത ആൾക്കാർ, വാക്കിനൊരു വിലയില്ലാത്ത ആൾക്കാർ മുനാഫിക്കിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്, നിഫാക്കിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാസമ ഫജറ, പരസ്പരം തെറ്റിയിട്ടുണ്ടെങ്കിൽ, പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, അടിപിടി കൂടിയിട്ട് തെറി വിളിക്കുന്ന ആളുകൾ, അഥവാ അവൻ മുസ്ലിമാണ്, അവൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, ദീനിന്റെ എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷെ തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറി വിളിക്കുക, യാതൊരു മടിയില്ല. പരസ്പരം വൃത്തികെട്ട തെറി വിളിക്കുന്നതിന്, തെറി അഭിഷേകം നടത്തുന്നതിന് യാതൊരു ലൈസൻസും ഇല്ലാത്ത ആൾക്കാർ. ഇതൊക്കെ നിഫാക്കിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഇതിൽ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ സഹോദരന്മാരെ, ഖബർ ശിക്ഷയ്ക്ക് കാരണമായിട്ടുള്ള തിന്മകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ സ്വർഗപ്പൂന്തോപ്പായി
അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാനോടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബ്റൈനി, രണ്ട് ഖബറിന്റെ അടുക്കലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. ഫഖാല ഇന്നഹുമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, ഈ രണ്ടാളുകളും ഈ രണ്ട് ഖബറാളികളും ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കൂടെ പറഞ്ഞു, ഒരു വലിയ വിഷയത്തിലല്ല ഇവർക്ക് ശിക്ഷ കിട്ടുന്നത്, അഥവാ വൻപാപം ചെയ്തിട്ടല്ല ഇവർക്ക് ശിക്ഷ കിട്ടുന്നത്. വഅമ്മ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ വഅമ്മൽ ആഖിറു ഫകാന യംശി ബിന്നമീമ. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ്, അയാൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് അയാൾ മറ സ്വീകരിച്ചിരുന്നില്ല എന്നാണ്. രണ്ട് വിശദീകരണമാണ് പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞത്. ഒന്ന്, തന്റെ ഔറത്ത് മനുഷ്യന്മാര് കാണിന് യാതൊരു കൂസലും ഇല്ലാത്ത ആളുകൾ, തന്റെ ഔറത്ത്, തന്റെ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ അത് ജനങ്ങൾ കാണുന്നതിന്, ഒരു മനുഷ്യന് മലമൂത്ര വിസർജനത്തിന് സമയമായി, അപ്പോ അടുത്തൊരു പള്ളിയോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനവും നോക്കില്ല, ഉണ്ടോ എന്നുള്ളത് ഒരു പരിശോധനയില്ല. നേരെ ഏതെങ്കിലും ഒരു മതിലിന്റെ അപ്പുറത്തോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒക്കെ മൂത്രമൊഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബാത്റൂമുകളിൽ മൂത്രമൊഴിക്കുക ആണെങ്കിൽ തന്നെ, ടോയ്ലറ്റുകളൊക്കെ മൂത്രമൊഴിക്കുക ആണെങ്കിൽ തന്നെ ആളുകൾ കാണുന്ന രീതിയിൽ വസ്ത്രം അയച്ചിടുകയും അതേപോലെ തന്നെ അതിലൊന്നൊരു ഗൗരവം കാണാത്ത ആളുകൾ. ഇത് വലിയ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് തന്റെ ശരീരത്തിലേക്ക് മൂത്രമാകുന്നതില്, തന്റെ അടിവസ്ത്രത്തിൽ, തന്റെ ശരീരത്തിൽ, തന്റെ വസ്ത്രത്തിൽ മൂത്രമാകുന്നതിന് ഒരു ഗൗരവവും കാണിക്കാത്ത ആളുകൾ. ഏറ്റവും കൂടുതൽ അതിനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇറുകിയ പാൻറ്റും അതേപോലെ തന്നെ ശരിക്കൊന്നും ഇരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിന്നാൽ തന്നെ ഇത്രയധികം പ്രയാസപ്പെടുന്ന രീതിയിൽ വസ്ത്രമിടുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വളയാനോ ഒന്ന് തിരിയാനോ ഒന്നും സാധിക്കൂല. PVC പൈപ്പൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച മാതിരിയുള്ള പാൻറ്റിട്ട് നടക്കുന്ന ആൾക്കാർ, ഒരാവശ്യമില്ല, മനുഷ്യനെ വെറുതെ ഇടങ്ങാറാക്കുകയാണ് ഫാഷന്റെ പേരിൽ. സമൂഹം അങ്ങനെ പോകണം, അപ്പൊ ഞാനും അങ്ങനെ ആവുകയാണ്. എന്നല്ല, സ്വന്തമായൊരു നിലപാടില്ല. സ്വന്തമായി ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമിന്റെ കൾച്ചറാണ് എന്റെ അടുക്കൽ വേണ്ടത് എന്ന് ചിന്തിക്കണില്ല. എല്ലാവരും അങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒന്ന് ശരിക്ക് അത് ഒന്ന് ഇരിക്കാനോ അങ്ങനെ ഒന്ന് മൂത്രമൊഴിക്കാനോ, അപ്പോ ശരീരത്തിലേക്ക്, തന്റെ അടിവസ്ത്രത്തിലേക്കോ തന്റെ ശരീരത്തിലേക്കോ തന്റെ വസ്ത്രത്തിലേക്കോ ഒക്കെ മൂത്രം തെറിച്ചു വരുന്നത്, മൂത്രമാകുന്നതിന് ഒരു ഗൗരവം കാണിക്കാത്ത ആളുകൾ, നിന്ന് മൂത്രമൊഴിക്കുകയാണെങ്കിൽ അത് മൂത്രം ശരീരത്തിലേക്ക് തെറിക്കുന്നതിന് ഗൗരവം കാണിക്കാത്ത ആളുകൾ. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. വളരെ ഗൗരവത്തോട് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന തെറ്റായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു, വഅമ്മൽ ആഖിറു, മറ്റൊരുത്തൻ ഫകാന യംശി ബിൻ നമീമ, നമീമത്തുമായി നടക്കുന്ന ആളാണ്. എന്താണ് രണ്ടാമത്തെ ആൾ? നമീമത്തുമായി നടക്കുക എന്ന് പറഞ്ഞാൽ, അഥവാ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറഞ്ഞിങ്ങനെ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു നടക്കുക. ചിലപ്പോൾ ഉള്ളതാകാം. അഥവാ ഈ തെറ്റ്, ഈ പറയുന്ന തെറ്റ്, ഈ മോശത്തരം തന്റെ കൂട്ടുകാരനിൽ, തന്റെ ഭാര്യയിൽ, തന്റെ ഭർത്താവിൽ, അതേപോലെ തന്നെ തന്റെ സഹജീവി ഉള്ളതാകാം. അത് പറഞ്ഞെടുക്കാൻ പറ്റൂല. അത് അയാളോട് പറഞ്ഞിട്ട് അയാളെ തിരുത്തിക്കാന്നല്ലാതെ. ഇതൊക്കെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത് നമ്മൾ നിസ്സാരമാക്കുന്ന കാര്യമാണ്, ഇതൊന്നൊരു വലിയ ഗൗരവം കാണിക്കണില്ല, പക്ഷെ ഖബർ ശിക്ഷക്ക് കാരണമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണ് നമ്മൾ. ഏത് ഹറാമുകളിൽ നിന്നും, വിശിഷ്യ ഇന്ന ഹറാമുകൾ ഇന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു
നരകത്ത് കിടക്കാൻ കാരണമാകുന്നു, സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകുന്നു, ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്നു എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നമ്മൾ മാറ്റി നിർത്തണം. ആ നിലക്കാണ് പടച്ച റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടേണ്ടത്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരത്തിലും പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരം കിട്ടുന്ന സമയമാണ് അത്തഹിയാത്ത്. സുജൂദിനെ പോലെ തന്നെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയം. ഈ അവസാനത്തെ അത്തഹിയാത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹുദിന് ശേഷം, സ്വലാത്തിനും ശേഷം റസൂലുള്ള പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ, പടച്ച റബ്ബേ നരകശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി, ജീവിത കാലഘട്ടത്തിലും മരണത്തിന് ശേഷമൊക്കെ ഉണ്ടാവുന്ന പരീക്ഷണങ്ങൾ. ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്നും രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മോട് അത് പ്രാർത്ഥന ശീലമാക്കാനും നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാനും നമ്മോട് പഠിപ്പിക്കേണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കണം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പൊരുത്തമുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുകയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബ് തആല വിശ്വാസരംഗത്ത് നമുക്ക് വരുന്ന ഭാഗപ്പിഴകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുത്ത് അള്ളാഹു അവരെ ആദരിക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.